പല പാരൻസും നേരിടുന്ന ഒരു പ്രശ്നമാണ് നിങ്ങളുടെ കുട്ടി രാത്രി ഉറക്കത്തിൽ പലതവണ എഴുന്നേറ്റ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ചിലപ്പോൾ ഫീഡിങ് ആവശ്യപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും വാശി കാണിക്കും, എന്നാലും ഉറക്കത്തിലോട്ട് പോകുന്നുള്ളൂ എന്നുള്ള ഒരു പ്രശ്നം അല്ലേ. അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നാണ് ഇന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ കുട്ടി 8 മണിക്ക് ഉറങ്ങി എന്ന് കരുതുക. ചിലപ്പോൾ 11 മണിക്കും 1 മണിക്കും 4 മണിക്കൊക്കെ വീണ്ടും എഴുന്നേക്കാം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ അമ്മയുടെ സ്ലീപ്പ് നഷ്ടപ്പെടും. കാരണം പല കുട്ടികളും ഫീഡിങ് ആവശ്യപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാൻഡ്രംസ് കാണിച്ച് നിങ്ങളത് സാധിച്ചു കൊടുത്താൽ മാത്രമാണ് തിരിച്ച് ഉറക്കത്തിലോട്ട് പോകത്തുള്ളൂ അല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അറിയാതെ രാത്രി ഉറക്കത്തിൽ ഉണർന്നു പോയി കഴിഞ്ഞാൽ തിരിച്ച് ഉറക്കത്തിലോട്ട് പോകാൻ വേണ്ടി കെയർ ടേക്കറിന്റെ ഹെൽപ്പ് ആവശ്യമായി വരും പല കുട്ടികൾക്കും. ഇതൊരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് 1 വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക്. 1 വയസ്സ് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 2 വയസ്സ് കഴിഞ്ഞിട്ടും രാത്രി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? അവിടെ എല്ലാ കുട്ടികൾക്കും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അഥവാ ആ കുഞ്ഞ് ഉറക്കത്തിൽ അറിയാതെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഉറക്കത്തിലോട്ട് അമ്മയുടെ അല്ലെങ്കിൽ കെയർ ടേക്കറിന്റെ സഹായം ഇല്ലാതെ തന്നെ പോവുകയാണ് വേണ്ടത്. അങ്ങനെ ആവുമ്പോൾ എന്താ, അമ്മയുടെ സ്ലീപ്പ് നഷ്ടപ്പെടില്ല, രാത്രി ഫീഡിങ് ആവശ്യപ്പെടില്ല. അങ്ങനെ അറിയാതെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ തിരിച്ച് സ്വന്തമായി ഉറക്കത്തിലോട്ട് തന്നെ പോകാൻ ഉണ്ടാവുന്ന ആ ഒരു കഴിവിനെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ നമുക്ക് തൽക്കാലത്തോട്ട് ഒരു സെൽഫ് സൂത്തിങ് എന്ന് തൽക്കാലത്തോട്ട് വിളിക്കാം. അപ്പൊ എല്ലാ കുട്ടികൾക്കും സെൽഫ് സൂത്തിങ്ങുള്ള കപ്പാസിറ്റി വേണം. എന്ന് പറഞ്ഞാൽ രാത്രി ഉണർന്നു പോയാൽ തിരിച്ച് ഒറ്റയ്ക്ക് ഉറങ്ങാൻ ഉറക്കത്തിലോട്ട് പോകണം അല്ലേ. ഇനി നമ്മൾ പറയുന്നത് എങ്ങനെ കുട്ടിയെ സ്വന്തമായി ഉറക്കത്തിലോട്ട് പോകാൻ പഠിപ്പിക്കാം എന്നുള്ളതാണ്. അത് നമ്മൾ പഠിപ്പിക്കേണ്ടത് ഈ സമയങ്ങളിലല്ല, മറിച്ച് കുട്ടി ആദ്യമായി ഉറങ്ങാൻ പോകുമല്ലോ. അപ്പോൾ 8 മണിക്കാണ് നിങ്ങളെ കുട്ടി ബെഡ് ടൈം എന്ന് വിചാരിക്കുക. ആ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് കുട്ടിയെ സെൽഫ് സൂത്തിങ് പഠിപ്പിക്കേണ്ടത്, അല്ലാണ്ട് രാത്രിയല്ല പഠിപ്പിക്കേണ്ടത്. അപ്പൊ 8 മണിക്ക് ആദ്യമായി കുട്ടി ഉറങ്ങാൻ പോകുന്നത് കുട്ടി പാരന്റ്സിന്റെ ഒന്നും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ രാത്രി അഥവാ ഉണർന്നു കഴിഞ്ഞാൽ അതുപോലെ സ്വന്തമായി ഉറക്കത്തിലോട്ട് പോകും. അപ്പൊ എന്തൊക്കെയാണ് ആദ്യമായി 8 മണിക്ക് ആദ്യം ഒരു നൈറ്റിന്റെ ഫസ്റ്റ് ടൈം കുഞ്ഞ് ഉറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കുഞ്ഞിന്റെ സ്ലീപ്പ് നന്നാവാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തമായി ഉറക്കത്തിലോട്ട് പോകാൻ വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഒരു ഗുഡ് സ്ലീപ്പ് ഉണ്ടാവണം. ഈ ഫുൾ ടൈം നല്ലൊരു സ്ലീപ്പ് ഉണ്ടാവണം. അതിന് 2 കാര്യങ്ങൾ വേണം. ഒന്ന്, നല്ല സ്ലീപ്പ് ഹൈജീൻ ഉണ്ടായിരിക്കണം. 2, നല്ലൊരു സ്ലീപ്പ് റൂട്ടീൻ സെറ്റ് ചെയ്യണം. അപ്പം എങ്ങനെ ആ 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ആഴ്ചകൾ എടുക്കാം, മാസങ്ങൾ എടുക്കാം. മാസങ്ങളെടുത്ത് ഈ 2 കാര്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലെങ്തി ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടും. അപ്പൊ ഈ രാത്രിയുള്ള ഉറക്കം തന്നെ ഏറെക്കുറെ മാറി കിട്ടും. ഇനി അഥവാ ഉണർന്നു കഴിഞ്ഞാൽ തന്നെ ഒറ്റയ്ക്ക് ഉറക്കത്തിലോട്ട് പൊക്കോളും. അതോടൊപ്പം ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ മാറ്റം വരുത്തുന്ന കാര്യമാണ് നമ്മൾ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അസോസിയേഷൻസ് സ്റ്റോപ്പ് ചെയ്യണം. ചില കുട്ടികൾക്ക് നിങ്ങൾ കിടക്കാൻ നേരത്ത് ആ കുട്ടി ഉറങ്ങണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അസോസിയേഷൻ വേണ്ടി വരും. ഉദാഹരണത്തിന് ഫീഡിങ്, എന്റെ കുട്ടി ഫീഡിങ് ചെയ്താലേ ഉറങ്ങത്തുള്ളൂ, അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് ഇന്നൊരു കാര്യം ചെയ്തു കൊടുത്താലേ ഉറങ്ങത്തുള്ളൂ. അങ്ങനെ ചില അസോസിയേഷൻ ഒക്കെ ഓക്കെയാണ്. അപ്പൊ അമ്മ ചിലപ്പോൾ കൂടെ വേണ്ടി വരും, പ്രത്യേകിച്ച് ചെറിയ കുട്ടി. അതൊക്കെ അപ്രോപ്രിയേറ്റ് ആണ്. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അസോസിയേഷൻ, എസ്പെഷ്യലി കുറച്ച് വലുതായിട്ട് 1-1.5 വയസ്സായിട്ട് പോലും ഫീഡ് ചെയ്താലേ ഉറങ്ങുള്ളൂ, അങ്ങനെയുള്ള ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് അസോസിയേഷൻസ് നിങ്ങൾ കട്ട് ചെയ്യണം. കാരണം എന്താ, കുട്ടി ഈ സമയത്ത് ഉറങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തോട് അസോസിയേഷൻ ഉണ്ടായി, സപ്പോസ് ഫീഡിങ്ങിനോട് അസോസിയേഷൻ ഉണ്ടായി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാത്രി ഉണർന്നു കഴിഞ്ഞാലും കുട്ടിക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ അതേ അസോസിയേഷൻ വേണ്ടി വരും. എന്താ, ഇപ്പൊ ഒരു കുട്ടിക്ക് ഫീഡാണ് അസോസിയേഷൻ, അപ്പൊ രാത്രി ഉറങ്ങണമെങ്കിലും ഫീഡ് വേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ സ്ലീപ്പ് പോകും. അപ്പൊ അസോസിയേഷൻ ഇവിടുന്നേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ആ ഒരു അസോസിയേഷൻ ഇല്ലാതെ കുട്ടി തനിയെ ഉറക്കത്തിലോട്ട് പൊക്കോളും. ആ ഓരോ കുട്ടിയിലും ഈ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അസോസിയേഷൻ ഓരോന്നാണ്. ചില കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഫീഡിംഗ് ആയിട്ട് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന ഒരു സാധ്യത ഒരു അസോസിയേഷൻ. അപ്പോൾ അത് കട്ട് ചെയ്യാം. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഇവിടുന്നേ ചെയ്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ രാത്രിയുള്ള പ്രശ്നം നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പൊ ഇതിൽ ഓരോ സ്റ്റെപ്പ് പ്രത്യേകം പറയേണ്ടതാണ്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോ ഓരോ ടോപ്പിക്കും സെപ്പറേറ്റ് ആയി ചെയ്യാം. അപ്പൊ അതിൽ ഏതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് കുറച്ച് മാസങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രാത്രിയുള്ള സ്ലീപ്പ് ഇഷ്യൂ മാറ്റാൻ പറ്റും.